ഹാഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആരോ ഒരാൾ 36. ഡോ കാമുകി. തൻ്റെ കാമുകൻ ജീവനോടെ ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ ഇരുന്ന് പകൽക്കിനാവ് കാണാതെ വന്ന് വണ്ടിയിൽ കയറ്. നമുക്കൊരുമിച്ച് സ്വപ്നം കാണാം. ഹരിയുടെ ശബ്ദമാണ് മെർലിനെ സ്വപ്നത്തിൽ നിന്നും ഉണർത്തിയത്. ഡാ, നീ എന്താ പറഞ്ഞത്? കാമുകിയോ? നിന്നെ ഞാനിന്ന്. മെർലിൻ ഹരിയുടെ കുറുമ്പിക്കുട്ടിയായി അവന് നേരെ മുഖം കൂർപ്പിച്ചു. എൻ്റെ കൊച്ചു പെണങ്ങല്ലേ? ഇത് ഞാൻ പറഞ്ഞതല്ല, നിന്റെ പുന്നാര ഡാഡി മിസ്റ്റർ ഫെർണാണ്ടോ പറഞ്ഞതാ. അവൻ ഊറിച്ചിരിച്ചു. ഡാഡിയോ? യെസ്, നിന്റെ ഡാഡി തന്നെ. ഇന്നലെ രാത്രി ഫെർണാണ്ടസ് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൻ താൻ ചിരിച്ചു മരിക്കും. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് അവർക്ക് സമ്മതമാണത്രേ. ജാതിയും മതവും ഒന്നും പ്രശ്നമല്ല. ആകെയുള്ളത് ഒരേ ഒരു കണ്ടീഷൻ മാത്രം. റോഷന്റെ വിവാഹത്തിന് ഒരു ദിവസം മുൻപേ അവരുടെ പ്രിയപുത്രിയെ ഞാൻ വിവാഹം കഴിക്കണം. അങ്ങേര് പറഞ്ഞത് ന്യായം. എങ്ങനെയാ? നിനക്ക് ഈ പട്ടരെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? അങ്ങനെ വല്ല താല്പര്യവുമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാനൊരു കൈ നോക്കാം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. പെങ്ങന്മാരെ വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വാഹനം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഹരി കുസൃതി ചിരിയോടെ ചോദിച്ചു. സാരമില്ല, അത് പണ്ടാരോ പറഞ്ഞതല്ലേ. പഴയ പുരാണ കഥാപാത്രങ്ങളിൽ പലരും കൂടപ്പിറപ്പുകളെയൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളതായി നീ വായിച്ചിട്ടില്ലേ? കണ്ണൻ തള്ളി വായും പൊളിച്ചിരുന്ന മെർലിനെ നോക്കി ഹരി മനോഹരമായി പുഞ്ചിരിച്ചു. എടി കോപ്പേ, പതുക്കെ. ഞാനൊരു തമാശ പറഞ്ഞതിന് നീ ഇപ്പോൾ എന്നെ കൊല്ലുമല്ലോ. ഒന്നല്ലേലും ഞാനൊരു പൂജാരിയൊക്കെയല്ലേ. അതിൻ്റെ ബഹുമാനം നിനക്കെന്നോട് വേണ്ടേ? തൻ്റെ ശരീരത്തിൽ പതിക്കുന്ന അവളുടെ കൈ കവർന്നുകൊണ്ട് ഹരി പൊട്ടിച്ചിരിച്ചു. ഡാ, അതൊക്കെ പോട്ടെ. എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. വേഗം ഫ്ലാറ്റിലേക്ക് വിട്ടോ. അവളുടെ ശബ്ദത്തിൽ പതിവില്ലാത്ത സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് ഹരി ശ്രദ്ധിച്ചു. നാളുകൾ ഏറെ കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെയൊന്ന് കണ്ടിട്ട്. ഹരിയുടെ മനസ്സ് നിറഞ്ഞു. ഡാ, അതിനു മുൻപ് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഒരു സങ്കട വാർത്ത. അത് പറയാനാ ഇന്നലെ മുതൽ ഞാൻ നിന്നെ വിളിക്കുന്നത്. അതുവരെ സന്തോഷമായി നിന്ന ഹരിയുടെ മുഖത്ത് കാർമേഘം ഉരുണ്ടുകൂടി. എന്താ ഉണ്ടായത്? മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. ആശങ്ക നിറഞ്ഞ മുഖത്തോടെ മെർലിൻ ചോദിച്ചു. അത് നമ്മുടെ ഋഷിയുടെ കുഞ്ഞ്. അവൾ ഇന്നലെ രാത്രി മരിച്ചു. തനിക്കറിയാലോ, നമ്മുടെ ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നുവെന്ന്. എനിക്ക് കൂടുതലൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അതിൻ്റെ ആയുസ് കുറച്ച് ദിവസമെങ്കിലും കൂട്ടിക്കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ദൈവനിശ്ചയം. അത് നമുക്ക് തടയാനാകില്ലല്ലോ. ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് ഹരി സങ്കടത്തോടെ പറഞ്ഞു. എൻ്റെ ഈശോയെ, പാവം ഋഷി. എന്നാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയാലോ? അയാൾക്ക് ജാസ്മിൻ അല്ലാതെ മറ്റു പറയത്തക്ക ബന്ധുക്കൾ ഉള്ളതായി അറിവൊന്നുമില്ലല്ലോ. ലോകത്തിനു മുൻപിൽ ഇത് നമ്മുടെ കടമ കൂടിയാ. അത് പറയുമ്പോൾ മെർലിൻ്റെ ചുണ്ടിൽ ഒരു മന്ദസ്മിതം വിരിഞ്ഞു. അത് ഇന്ന് പുലർച്ചെ തന്നെ ഋഷി കുഞ്ഞിൻ്റെ ബോഡി അവിടെ നിന്ന് കൊണ്ടുപോയി. ഞാൻ ഈ കാര്യം ജാസ്മിനോടും റോഷനോടും പറഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അവൾക്ക് ആ കുഞ്ഞിനെ കാണാൻ താല്പര്യമില്ലാത്തതുപോലെ. അതുകൊണ്ടാകും അവരാരും വന്നിരുന്നില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ ജാസ്മിൻ്റെ മാനസിക നിലയിൽ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ അവളോട് പോകണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കാം. ഹരി ആലോചനയോടെ പറഞ്ഞു. ചിലപ്പോൾ അത് ശരിയായിരിക്കാം. അത് വിട്. ഋഷി എവിടെയാണ് താമസിക്കുന്നതെന്നറിയാമോ? നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. നമ്മളെങ്കിലും ചെല്ലുന്നത് അയാൾക്ക് വലിയ ആശ്വാസമായിരിക്കും. മെർലിൻ വല്ലാത്ത ആലോചനയോടെയാണ് അത് പറഞ്ഞത്. ഡോ, ഫ്ലാറ്റിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് പോയാൽ പോരെ? ഞാൻ പല്ല് പോലും തേച്ചിട്ടില്ല. ഹേയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ദാ ഇത് പിടിച്ചോ. ഡബിൾ മെൻഡോസ് ആൻഡ് സ്പ്രേ. വണ്ടിയുടെ ഡാഷ്ബോർഡിൽ നിന്നും പരിഹാരം കണ്ടെത്തി മെർലിൻ പൊട്ടിച്ചിരിച്ചു. കുഞ്ഞു മരിച്ച സങ്കടത്തിലായിരുന്നു ഹരി. എങ്കിലും അവൻ അവളുടെ ചിരിയിൽ പങ്കുചേരാതിരിക്കാനാകുമായിരുന്നില്ല. അത് ശരിയാ, നമുക്ക് പെട്ടെന്ന് പോകാം. കാത്തിരിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ രാവിലെ തന്നെ കുഞ്ഞിൻ്റെ ബോഡി സംസ്കരിച്ചേക്കാം. ആദ്യം അവിടേക്ക്, പിന്നെ മതി ബാക്കിയെല്ലാം. ഹരി മറ്റൊന്നും ആലോചിക്കാതെ ഋഷിയുടെ വീട് ലക്ഷ്യമാക്കി വാഹനം പായിച്ചു. നഗരപരിധിയിൽ നിന്നും മാറി അതിമനോഹരമായ ഒരു കൊച്ചു വീടിന് മുന്നിലാണ് ആ വണ്ടി നിന്നത്. കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഋഷി ഓടിയെത്തി. അവൻ പ്രതീക്ഷയോടെ ആരെയോ നോക്കുന്നു. ജാസ്മിൻ. അവൻ്റെ ചുണ്ടുകൾ ചലിച്ചു. ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിൽ നിന്നല്ല വരുന്നത്. ഹരി അവനെ ആശ്വസിപ്പിക്കുന്നത് പോലെ പറഞ്ഞു. ഇല്ല, അല്ലെങ്കിലും അവൾ വരില്ല. അല്ലെങ്കിൽ തന്നെ അവൾ ഇനി എന്തിനു വരണം? സൗഭാഗ്യങ്ങളേറെയാണല്ലോ. അവൻ പുലമ്പിക്കൊണ്ട് ചടങ്ങുകളിലേക്ക് പിന്തിരിഞ്ഞു.
എന്താണ് ഋഷിയുടെ വാക്കുകളുടെ അർത്ഥം? ഋഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവർ പരസ്പരം നോക്കി. മെർലിൻ ചുറ്റും നോക്കി. വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം. ഹൈന്ദവ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടക്കുന്നു. ഋഷി യാന്ത്രികമായി ആ ചടങ്ങുകൾ ചെയ്യുന്നു. അവൻ്റെ മുഖത്ത് വേർതിരിച്ചറിയാനാകാത്ത ഭാവം. ചടങ്ങുകൾ അവസാനിക്കും വരെ എല്ലാത്തിനും സഹായിയായി ഹരിയും മെർലിനും അവൻ്റെ ഒപ്പം തന്നെ നിന്നു. ഋഷി, നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ജീവിതം അങ്ങനെയാണ്. ആഗ്രഹിക്കുന്നതൊന്ന്, സംഭവിക്കുന്നത് മറ്റൊന്ന്. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഏങ്ങിക്കരയുന്ന അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരി പറഞ്ഞു, എല്ലാം എല്ലാം എൻ്റെ തെറ്റാ. ആഗ്രഹിക്കാൻ പാടില്ലാത്തതൊക്കെ ആഗ്രഹിച്ചതിൻ്റെ ഫലം. എൻ്റെ കുഞ്ഞിന് വേണ്ടിയായിരുന്നു എല്ലാം. എനിക്ക് ചിലതുകൂടി ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി ഞാനത് ചെയ്യും. അവൻ വാശിയോടെ പുലമ്പിക്കൊണ്ട് മുറിക്കുള്ളിലേക്ക് നടന്നു. തളർന്ന മനസ്സോടെ ഹരിയും മെർലിനും സിറ്റൗട്ടിലെ കസേരയിലേക്ക് ഇരുന്നു. ആഹ്! പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അലറിയുള്ള കരച്ചിലിനൊപ്പം ഋഷി അവർക്ക് മുൻപിലേക്ക് കുഴഞ്ഞു വീണു. അവൻ്റെ കഴുത്തിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നു. മെർലിൻ വാവിട്ട് കരഞ്ഞു. ഒരു നിമിഷ നേരത്തെ ഞെട്ടലേ ഹരിക്കുണ്ടായിരുന്നുള്ളൂ. അവൻ പെട്ടെന്ന് തന്നെ കട്ടിയുള്ള ഒരു തുണിയെടുത്ത് അവൻ്റെ കഴുത്തിനോട് ചേർത്ത് കെട്ടി. ആരെങ്കിലും ഒന്ന് പിടിച്ചേ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഹരി, അത് അയാളാണ്. ഒരു വെള്ള ഓമ്നി വാനിലേക്ക് ചാടിക്കയറുന്ന മുഖം മറച്ച മനുഷ്യന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് മെർലിൻ ചാടി എഴുന്നേറ്റു. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം, വണ്ടി ആശുപത്രി ലക്ഷ്യമാക്കി പായിച്ചുകൊണ്ട് ഹരി പറഞ്ഞു. അതേസമയം മാളികയ്ക്കൽ തറവാട്. നമുക്ക് ചടങ്ങുകൾ വൈകാതെ നടത്തിയാലോ? എന്തു പറയുന്നു? ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വർഗീസ് അത് ചോദിച്ചത്. ജാസ്മിൻ വല്ലാത്തൊരു ഭാവത്തോടെ റോഷനെ നോക്കി. അവൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. എനിക്ക് സമ്മതമാ. എത്രയും പെട്ടെന്ന് എനിക്ക് റോഷന്റെ സ്വന്തമാകണം. മറ്റാരും മറുപടി പറയാതിരുന്നപ്പോൾ ജാസ്മിൻ പെട്ടെന്ന് പറഞ്ഞു, റോഷൻ, നീയൊന്നും പറഞ്ഞില്ല. സൂസൻ, നീ എന്താ മറുപടിയൊന്നും പറയാത്തത്? ഇത് നിന്റെ മകന്റെ വിവാഹ കാര്യമാ? എല്ലാവരുടെയും നിശബ്ദത തന്നെ വേദനിപ്പിച്ചപ്പോൾ വർഗീസ് ചോദിച്ചു. ഇവിടെ ഞങ്ങളുടെ മറുപടിക്കല്ലല്ലോ പ്രാധാന്യം. ഡാഡിയുടെ ഇഷ്ടത്തിനല്ലേ. അത് നടക്കട്ടെ. റോഷൻ ആഹാരത്തിനുള്ളിൽ കൈയിട്ട് വിരകിക്കൊണ്ട് പറഞ്ഞു. എങ്കിൽ അടുത്ത വ്യാഴാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച വിവാഹം നടത്താം. കാനോനിക തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. സച്ചു, അവൻ മരിച്ചല്ലോ. അപ്പോൾ പിന്നെ? വർഗീസ് വാക്കുകൾ പൂർത്തിയാക്കും മുൻപ് റോഷൻ കസേര വലിച്ചിട്ടുകൊണ്ട് പെട്ടെന്ന് മുകളിലേക്ക് നടന്നു. ഡാഡി, റോഷൻ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമല്ലേ? അവനെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ജാസ്മിൻ നിഷ്കളങ്കമായി ചോദിച്ചു. ഹേയ്, അതൊന്നും അല്ല മോളെ കാര്യം. ഇവിടെ ഇഷ്ടമില്ലായ്മയല്ല കാരണം. ഇഷ്ടക്കൂടുതൽ കൊണ്ട് മാത്രമാണ് അവൻ്റെ ഈ പെരുമാറ്റം. സച്ചു അവന് വെറും ജ്യേഷ്ഠൻ മാത്രമായിരുന്നില്ല. ചെറുപ്പം മുതൽ അവർ തമ്മിൽ വല്ലാത്തൊരു സൗഹൃദമുണ്ടായിരുന്നു. പ്രാണന് തുല്യം സ്നേഹിച്ച സ്വന്തം ജ്യേഷ്ഠൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട. നിങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കൊള്ളും. വർഗീസ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. പെട്ടെന്ന് അയാളുടെ ഫോൺ ബെല്ലടിച്ചു. ഋഷിയോ? എന്താ ഉണ്ടായേ? ഞാനിതാ വരുന്നു. വർഗീസ് ചാടി എഴുന്നേറ്റു. എന്താ, എന്തു പറ്റി? സൂസൻ ആകുലതയോടെ ചോദിച്ചു. മോളെ, നീ വിഷമിക്കരുത്. ഡാഡി പോയിട്ട് പെട്ടെന്ന് വരാം. ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി സർജറി. മോളുടെ കസിൻ ഋഷിക്കാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ചോദിച്ചത് സൂസൻ ആണെങ്കിലും ഒറ്റ ശ്വാസത്തിൽ ജാസ്മിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വർഗീസ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു. ഈശ്വര, ഇനി എന്തൊക്കെ കണ്ടാലാണാവോ? എന്നും കുന്നും ഈ നെട്ടോട്ടം ഓടാനാണല്ലോ വിധി. ആ കുട്ടിക്ക് എന്തായിരിക്കും പറ്റിയത്? ജാസ്മിൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നും ഇല്ലാത്തത് കണ്ടപ്പോൾ അവളെ സംശയത്തോടെ നോക്കിക്കൊണ്ട് സൂസൻ ദൈവത്തെ വിളിച്ചു. എവിടെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പരിചയമില്ലാത്ത ഒരാൾക്ക് അപകടം സംഭവിച്ചാൽ പോലും വേദനിക്കുന്ന മനുഷ്യരുടെ ലോകത്ത് സ്വന്തം ബന്ധുവായ ഒരാൾക്ക് അപകടമുണ്ടായിട്ട് നിർവികാരമായി പെരുമാറുന്ന ഒരു പെൺകുട്ടി. ഒരുപക്ഷെ അവളുടെ മാനസിക നില പൂർണ്ണമായും ഭേദമായില്ല എന്നുണ്ടായിരിക്കുമോ? സൂസൻ സ്വയം ചോദിച്ചു. ഹരി, എന്തൊക്കെയാ നമുക്ക് ചുറ്റും നടക്കുന്നത്? അത് അയാൾ തന്നെയാ. ഞാൻ അയാളെ വ്യക്തമായി കണ്ടതാ. പക്ഷേ എന്നാലും അയാൾ എന്തിനാണ് ഋഷിയോട്? സർജിക്കൽ തിയേറ്ററിന് മുൻപിലെ നീളൻ ചെയറിൽ ഹരിയോട് ചേർന്നിരുന്നു കൊണ്ട് മെർലിൻ അത് ചോദിക്കുമ്പോൾ ഹരിയുടെ ചിന്തയും അതുതന്നെയായിരുന്നു. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ കാര്യവും ഇപ്പോഴത്തെ ഈ സംഭവവും എല്ലാം ചേർന്ന് വായിക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. എന്ത് കാര്യാ? മെർലിൻ തല ഉയർത്തി ഹരിയെ നോക്കി. അത് ഋഷിയുടെ കുഞ്ഞു മരിച്ച കാര്യം അറിഞ്ഞിട്ട് ജാസ്മിൻ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല.
തന്നെയുമല്ല, അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഋഷി ഉണ്ടായിരുന്നു. എന്തിൻ്റെയോ പേരിൽ വല്ലാത്ത ഒച്ചയും ബഹളവും ഒക്കെയായിരുന്നു. അതെന്താണെന്ന് കേൾക്കാൻ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷേ അപ്പോഴേക്കും ഋഷി ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോകുകയും ചെയ്തു. എവിടെയോ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, എല്ലാം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഹരി ആലോചനയോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫെർണാണ്ടോ തിയേറ്ററിൽ നിന്നും പുറത്തേക്ക് വന്നു. ഡാഡി, ഋഷിക്ക്? മെർലിൻ ചോദിച്ചു. മോളെ, സർജറി 100% വിജയമായിരുന്നു. പക്ഷെ റിക്കവറി എത്രമാത്രം പോസിബിൾ ആണെന്ന് എനിക്ക് പറയാനാകില്ല. കാരണം അത്രമേൽ ആഴത്തിലുള്ള മുറിവായിരുന്നു അവൻ്റെ കഴുത്തിലുണ്ടായിരുന്നത്. ഒരുപക്ഷെ ജീവൻ തിരിച്ചു കിട്ടിയാലും സംസാരശേഷി തിരിച്ചു കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അതൊക്കെ പോട്ടെ, ഋഷിക്ക് എന്താ സംഭവിച്ചത്? ഫെർണാണ്ടോ അവരെ നോക്കി. ഡാഡി, അത് അയാളാ. ആ പാതി മറഞ്ഞ മുഖം അവിടെയും ഉണ്ടായിരുന്നു. നമുക്കും ഋഷിക്കുമൊക്കെ തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അയാൾ എന്തിനായിരിക്കും അത് ചെയ്തത്? വിറയ്ക്കുന്ന ശരീരത്തോടെ മെർലിൻ അത് പറയുമ്പോൾ ഫെർണാണ്ടോ ആലോചനയെ മുഴുകി. അല്ല സാർ, നിങ്ങളുടെ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്തെങ്കിലും ഒരു തുമ്പ്? ഹരി ആകാംക്ഷയോട് ചോദിച്ചു. ഇതുവരെ യാതൊരു തുമ്പും പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അത് കൂടുതൽ പ്രതീക്ഷിക്കുകയും വേണ്ട. ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് ഒരു പുതിയ ഓഫീസറാണ്. പക്ഷേ അയാളും നിസ്സഹായനാണെന്ന് തോന്നുന്നു. എന്താ പറയുക, നമ്മുടെയൊക്കെ മരണം എവിടെയോ ഇരുന്ന് ആരോ ആഗ്രഹിക്കുന്നു. മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫെർണാണ്ടോ അത് പറയുമ്പോൾ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ അവൾ അയാളുടെ മാറിലേക്ക് ചേർന്നു നിന്നു. എത്ര ശ്രമിച്ചിട്ടും പിടിതരാത്ത ഉറക്കത്തോട് തോൽവി സമ്മതിച്ച് ഒരു സ്ലീപ്പിംഗ് പിൽസിന്റെ സഹായത്തോടെ ചെറിയ മയക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴാണ് ശരീരത്തിൽ എന്തോ ഒരു ഭാരം പോലെ റോഷന് തോന്നിയത്. ആ ഭാരം ശ്വാസം മുട്ടിച്ചു തുടങ്ങിയപ്പോൾ റോഷൻ ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു. തൻ്റെ കണ്ണുകൾക്ക് മുൻപിൽ കാണുന്ന കാഴ്ച ഒരു സ്വപ്നമാണോ എന്ന് റോഷൻ സംശയിച്ചു. അവൻ കണ്ണുകൾ ഒന്നുകൂടി തിരുമ്മി തുറന്നു. തൻ്റെ മുൻപിൽ കണ്ട കാഴ്ചയെ വിശ്വസിക്കാനാകാതെ റോഷൻ പതറിപ്പോയി. തൻ്റെ ശരീരത്തിലേക്ക് ഒരു പാമ്പിനെ പോലെ പടർന്നു കയറാൻ തുടങ്ങുന്ന ജാസ്മിൻ. അവളുടെ പാതി നഗ്നമായ ഉടൽ തൻ്റെ ശരീരത്തെ മൂടിയിരിക്കുന്നു. അവളുടെ നിറഞ്ഞ മാറിടം തൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്നു. അവളുടെ കണ്ണുകളിൽ കത്തിയെരിയുന്ന കാമം. ഏതൊരു മനുഷ്യനും പതറിപ്പോകാനിടയുള്ള സുന്ദര നിമിഷം. അത് പക്ഷേ റോഷനെ ഭയപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. എന്താ ഈ കാണിക്കുന്നത്? അവൻ അറപ്പോടെ അവളെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. റോഷൻ, പ്ലീസ്, ഇതെൻ്റെ ആഗ്രഹമാണ്. ഇതിന് നീ സമ്മതിക്കണം. നമ്മുടെ വിവാഹത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. പക്ഷേ അതുവരെ കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. വിവാഹത്തിന് മുൻപ് ഒരേ ഒരു തവണ എനിക്ക് നിന്നെ വേണം. എനിക്ക് നിന്നോടുള്ള അടങ്ങാത്ത പ്രണയം കാമമായി കത്തിക്കയറാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായിരിക്കുന്നു. ഇനിയും എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാകില്ല. അവൾ ആർത്തിയോടെ അവൻ്റെ ചുണ്ടുകളെ ചുംബിച്ചുകൊണ്ട് ഒരഗ്നിയായി അവനിലേക്ക് പടർന്നു കയറാൻ ശ്രമിച്ചു. ഛേ, നാണമില്ലേ നിനക്ക്? അവൻ അവളെ തള്ളി മാറ്റി. അവൾ കത്തുന്ന കണ്ണുകളോടെ റോഷനെ നോക്കി. അവളുടെ ചുണ്ടുകളിൽ ഒരു പരിഹാസ ചിരി വിടർന്നു. ഇനി പറ, നിനക്ക് ഈ ശരീരം വേണ്ടെന്ന്? ഇപ്പോഴും നിനക്കാവശ്യം അവളെയാണെന്ന്? അവൾ ബാക്കിയുണ്ടായിരുന്ന വസ്ത്രങ്ങൾ കൂടി ഊരി മാറ്റി പൂർണ്ണ നഗ്നമായി അവന് മുമ്പിൽ നിന്നു. നിനക്ക് തെറ്റുപറ്റി ജാസ്മിൻ. ഒരിക്കൽ സഹതാപത്തിന് പുറത്ത് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നിലെ പുരുഷനെ ഉണർത്താൻ ഇനി നിനക്കെന്നല്ല ഈ ലോകത്ത് മറ്റൊരു പെണ്ണിനും സാധിക്കില്ല. മെർലിൻ, അവളാണ് എൻ്റെ പ്രണയം, എൻ്റെ കാമം, എൻ്റെ ജീവിതം. ഈ റോഷന്റെ ആത്മാവിലോ ശരീരത്തിലോ മറ്റൊരു പെണ്ണിനും ഇനി സ്ഥാനവുമില്ല. മെർലിൻ അല്ലാതെ മറ്റൊരാൾക്ക് ഈ മനസ്സിലേക്ക് എത്തി നോക്കാൻ പോലും സാധ്യമല്ല. നീ ആവേശത്തോടെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഈ ശരീരമുണ്ടല്ലോ, അതിപ്പോൾ വെറും പിണം മാത്രമാണ്. ഒരിക്കലും നിന്റെ ആഗ്രഹ സഫലീകരണത്തിന് എന്നിലെ പുരുഷന് സാധിക്കില്ല. അവൻ അറപ്പോടെ അവളെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. റോഷൻ, നിനക്ക് എന്നിൽ നിന്നും ഒരുപാടൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എന്നിലെ പെണ്ണിനെ നീ കൊതിക്കുന്ന ദിവസങ്ങൾ വിദൂരത്തല്ല. നീ എൻ്റേതാണ്, എൻ്റെ മാത്രം. കൊല്ലും ഞാൻ അവളെ. നിനക്ക് വേണ്ടി അത് ചെയ്യാനും ഞാൻ മടിക്കില്ല. റോഷന്റെ ബെഡിൽ അലസമായി കിടന്ന ഫോണിൽ മെർലിൻ്റെ മുഖം തെളിഞ്ഞു വന്നപ്പോൾ വാശിയോടെ ആ കോൾ ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. മോനെ റോഷൻ, നീ എന്താ ഫോൺ എടുക്കാത്തത്? മെർലിൻ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു. അവൾക്ക് നിന്നോടെന്തോ അത്യാവശ്യമായി പറയാനുണ്ടെന്ന്. തനിക്ക് നേരെ ഫോൺ നീട്ടിക്കൊണ്ട് സൂസൻ അത് പറയുമ്പോഴാണ് റോഷൻ ചിന്തകളിൽ നിന്നുണർന്നത്. അവൻ വല്ലാത്തൊരു ആവേശത്തോടെ ഫോൺ ചെവിയോട് ചേർത്തു. സോറി, ഫോൺ അടിച്ചത് ഞാൻ അറിഞ്ഞില്ല. അവനൊരു ക്ഷമാപണത്തോടെ പറഞ്ഞു. സോറിയോ? എന്തിന്? അതൊക്കെ ഓരോരുത്തരുടെയും സൗകര്യമല്ലേ.
എല്ലാ ഫോണും എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതുപോട്ടെ, ഞാൻ അത്യാവശ്യമായി ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. അവളുടെ വാക്കുകൾ കൂരമ്പ് പോലെ അവൻ്റെ ചെവിയിൽ തുളഞ്ഞു കയറി. നിശബ്ദമായ വേദനയോടെ അവൻ അവളുടെ വാക്കുകൾക്കായി കാതോർത്തു. റോഷൻ, ഋഷിക്കൊരു ആക്സിഡൻറ്റ്. അവൻ്റെ കണ്ടീഷൻ അല്പം സീരിയസ് ആണ്. ആ കാര്യം ജാസ്മിനോടൊന്ന് പറയണം. അവൻ അവളെ കാണണമെന്ന് പറയുന്നു. സാധിക്കുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് എത്തിച്ചാൽ നന്നായിരിക്കും. അവനെന്താ പറ്റിയത്? റോഷൻ മറുചോദ്യം ചോദിച്ച് തീരും മുൻപ് മെർലിൻ ഫോൺ ഡിസ്കണക്ട് ചെയ്തിരുന്നു. മമ്മി, ജാസ്മിൻ്റെ കസിൻ ഋഷിയില്ലേ, അവന് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു. അല്പം സീരിയസ് ആണെന്നാണ് മെർലിൻ പറഞ്ഞത്. അവന് ജാസ്മിനെ കാണണമെന്ന് പറയുന്നു. അവളോടൊന്ന് റെഡിയാകാൻ പറ. റോഷൻ, അയാൾക്ക് എന്താ പറ്റിയത്? അയാൾക്ക് എന്തോ അപകടമുണ്ടായെന്ന് ഡാഡിയും പറഞ്ഞിരുന്നു. പക്ഷേ ഇത്ര സീരിയസ് ആണെന്ന് മനസ്സിലായിരുന്നില്ല. അറിയില്ല. നിസ്സംഗതയോടെ സൂസന് മറുപടി കൊടുത്തുകൊണ്ട് അവൻ തിരക്കിട്ട് വാഷ്റൂമിലേക്ക് കടന്നു. ഇതെന്താ റെഡിയായില്ലേ? ഞാൻ മമ്മിയോട് പറഞ്ഞിരുന്നല്ലോ. പുറത്തേക്ക് പോകാൻ റെഡിയായി താഴേക്ക് ചെല്ലുമ്പോൾ സെറ്റിയിൽ അലക്ഷ്യമായിരിക്കുന്ന ജാസ്മിനെ കണ്ട് റോഷൻ ചോദിച്ചു. ഹേയ്, ഞാൻ വരുന്നില്ല. എനിക്ക് ഋഷിയെ കാണണ്ട. അല്ലെങ്കിൽ തന്നെ ഞാനും അവനും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ പട്ടിണി കിടക്കാതിരിക്കട്ടെ എന്നോർത്ത് ഒരു ജോലി കൊടുക്കാൻ പറഞ്ഞു എന്ന് മാത്രം. ചാകുന്നെങ്കിൽ ചാകട്ടെ. റോഷ്, താനും പോകണ്ട, അവൻ നിസ്സാരമായി പറഞ്ഞു. റോഷൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന വികാരം എന്താണെന്ന് അവന് മനസ്സിലാക്കാനാകുന്നുണ്ടായിരുന്നില്ല. അവളുടെ മുഖത്ത് ഒരുതരം സന്തോഷമോ സംതൃപ്തിയോ എന്തൊക്കെയോ നിറഞ്ഞു നിൽക്കുന്നു. കടന്നുപോയ നിമിഷങ്ങൾ റോഷന്റെ മനസ്സിലേക്ക് വന്നു. സ്വബോധമുള്ള ഒരു പെണ്ണിന്റെ പ്രവൃത്തിയല്ല താൻ കുറച്ചു മുൻപേ അവളിൽ കണ്ടത്. ഒരുപക്ഷെ അവൾക്ക് സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുമോ? എന്തായാലും അവളെ നിർബന്ധിക്കാനും പറ്റില്ല. അവൻ ആലോചനയോടെ കാർ മുന്നോട്ടെടുത്തു. ആരോ ഒരാൾ തുടരും. കൂട്ടുകാരെ, അടുത്ത ഭാഗവുമായി നാളെ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.